വെൽക്കം ടു മൈ ചാനൽ അൻസീസ് പാഷൻസ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചായക്കടയിലെ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന ഒരുപാട് പലഹാരങ്ങൾ നമ്മൾ കൊതിപ്പിച്ചിട്ടുണ്ടല്ലേ. നിരനിരയായി അടുക്കി വെച്ച മധുരവും എരിവുമൊക്കെയുള്ള ഒത്തിരി പലഹാരങ്ങൾ. അങ്ങനെ കണ്ണാടിക്കൂട്ടിലിരുന്ന് നമ്മളെ കൊതിപ്പിച്ച നല്ല കരുമുരാന്ന് മൊരിഞ്ഞ ഉള്ളിവടയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ നല്ല മൊരിഞ്ഞ ഉള്ളിവട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഉള്ളിവട തയ്യാറാക്കുന്നതിന് വേണ്ടി 3 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സവാളയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. സവാളയുടെ ഇതളുകൾ ഓരോന്നായി വിട്ടു വരുന്ന രീതിയിൽ വേണം ഇത് തിരുമ്മിയെടുക്കാൻ. അതുപോലെ തന്നെ ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുകയും വേണം. ഉപ്പ് കൂടിപ്പോയാൽ ഉള്ളിവടയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഉപ്പെല്ലാം സവാളയിൽ നന്നായി പിടിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഇതളുകളെല്ലാം നന്നായി അടർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഇത് 5 മുതൽ 10 വരെ മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ സവാളയിൽ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർക്കാം. 2 പച്ചമുളക് ചോപ്പ് ചെയ്ത് ചേർക്കാം. ചെറുതായി അരിഞ്ഞ് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് വേണ്ടി 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകം ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം നന്നായി മിക്സായ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇതോടൊപ്പം 1/4 കപ്പ് കടലമാവ് കൂടെ ചേർക്കാം. അരിപ്പൊടിയും കടലമാവും സവാളയിൽ നന്നായി കോട്ടാകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കുന്നില്ല. സവാളയിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഈ സമയം ഇതിൻ്റെ മുകൾ ഭാഗം ഒരല്പം ഡ്രൈ ആയിരിക്കും. ഇനി ഇത് 5-10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം 7 മിനിറ്റൊക്കെ ആയപ്പോൾ ഉള്ളിവട ഫ്രൈ ചെയ്യുന്നതിനുള്ള വെളിച്ചെണ്ണ ഞാനിവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച സവാള കൂട്ടൊന്ന് തുറന്നു നോക്കാം. നേരത്തെ കുറച്ച് ഡ്രൈ ആയിരുന്ന സവാളക്കൂട്ട് സവാളയിൽ വെള്ളമെല്ലാം ഇറങ്ങി ഇപ്പോൾ കുറച്ച് ഈർപ്പത്തോടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് അതിൽ മുക്കിയ ശേഷമാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഉള്ളിവടയുടെ വലിപ്പത്തിന് ആവശ്യമായ അളവിൽ സവാളക്കൂട്ട് എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന രീതിയിൽ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. ശേഷം ഇത് ചൂടായ വെളിച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതുപോലെ തന്നെ 3-4 വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം വേഗം കരിഞ്ഞു പോവും. ഉള്ളിവട പോലെയുള്ള നാടൻ പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. എങ്കിലേ അതിൻ്റെ തനതായ രുചി കിട്ടുകയുള്ളൂ. ഈ രീതിയിൽ മുഴുവൻ ഉള്ളിവടയും ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിവട നന്നായി ഫ്രൈ ആയി വന്ന് നല്ലൊരു ഗോൾഡൻ കളറിലായിരിക്കുമ്പോൾ തന്നെ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കണം. എണ്ണയിൽ നിന്നും കോരിയെടുത്ത ശേഷവും ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഒത്തിരി ഡാർക്ക് കളറായ ശേഷമാണ് നമ്മൾ കോരിയെടുക്കുന്നതെങ്കിൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്.
ഇപ്പോൾ ഉള്ളിവടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും മീഡിയം സൈസിലുള്ള 12 ഉള്ളിവടകളാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ മൊരിഞ്ഞ ഉള്ളിവടയും ഒരു ഗ്ലാസ് കട്ടൻ ചായയും അടിപൊളി കോമ്പിനേഷനാണ്. കണ്ടോ, നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുവരെയും ഉള്ളിവട ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്